അതെ നിങ്ങളിപ്പോ പോരാട്ടോ, നിങ്ങൾ പോരാ. നിങ്ങളിപ്പോ പഴയ പോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ അങ്ങോട്ട് നിക്കണില്ല. അയ്യാണ് എങ്ങനെ എടുത്താലും പോസ് ഭംഗിയായിരിക്കും. ഫോട്ടോ എടുക്കണേന്റെ അല്ല. ഇവിടെ 2 ആപ്പുകളുണ്ട്. ഗ്രാബ് ഉണ്ട്, ബോൾട്ട് ഉണ്ട്. അതിനകത്തിപ്പോൾ ബോൾട്ടിൽ നമ്മളിപ്പോൾ ഒരു റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ബോൾട്ടാണ് കുറച്ചും കൂടി ചീപ്പായിട്ട് തോന്നിയത്. അപ്പോൾ ബോൾട്ടിൽ നമ്മുടെ ഫസ്റ്റത്തെ റൈഡാണ്. വണ്ടിക്ക് വെയിറ്റ് ചെയ്തേക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ തായ്ലൻഡിൽ വന്നതിൻ്റെ 3-ാം ദിവസമാണ്. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഏത് ടൂർ പാക്കേജ് യൂസ് ചെയ്താണ് ട്രാവൽ ചെയ്യുന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം ഇതാണ്: ഞങ്ങളൊരു ട്രാവൽ പാക്കേജ് യൂസ് ചെയ്തല്ല ട്രാവൽ ചെയ്യുന്നത്. ഈ യാത്രയ്ക്കായി ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. യൂട്യൂബിലെ ട്രാവൽ വീഡിയോസൊക്കെ കണ്ട് എവിടേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഓരോ ദിവസവും പോകേണ്ട സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഐറ്റ്നറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് 4 സ്ഥലങ്ങളാണ്: ബിഗ് ബുദ്ധ ടെമ്പിൾ, വാറ്റ് ചലോങ് ടെമ്പിൾ, ഫുക്കറ്റ് ഓൾഡ് ടൗൺ, കഫേ ഫുക്കറ്റ് വ്യൂ പോയിന്റ്. അങ്ങനെ ഞങ്ങള് ബിഗ് ബുദ്ധയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ വന്നപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. ആദ്യത്തെ ദിവസം നമ്മള് ടാക്സിക്കൊക്കെ ഭയങ്കര പൈസ കൂടുതലാണ് കൊടുത്തത്. ആദ്യത്തെ ദിവസം അവന് നമ്മളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഹോട്ടലിൽ കൊണ്ടുവിട്ടിട്ട് 800 ബാത്ത് മേടിച്ചപ്പോഴേ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനോട് ചോദിക്കുകയും ചെയ്തു, നല്ല ഹാപ്പിയാണല്ലോ എന്ന്. ഇപ്പോഴാണ് അവന്റെ ഹാപ്പിനെസിന്റെ കാര്യം മനസ്സിലായത്. അത് വേറെ. ഇത് ഫ്രീ എൻട്രി ആണല്ലോ. ഇതാ നമ്മള് ബിഗ് ബുദ്ധയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഫ്രീ എൻട്രി എഴുതിയുണ്ട്. നമുക്ക് നോക്കാം. നമ്മള് എൻട്രൻസില് അവിടെ കേറിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അവിടെ അവരൊക്കെ അവിടെ പിടിച്ചു നിർത്തി. അവിടെ മര്യാദക്കുള്ള ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡ്രസ് കോഡൊക്കെ ഉണ്ട് കയറാനായിട്ട്. അല്ലെങ്കിൽ ഇവിടെ കവറപ്പ് ചെയ്യാനായിട്ടുള്ള വേറെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഓക്കെ, എന്താ ബിഗ് ബുദ്ധ ഗാർഡൻ. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഈ ബിഗ് ബുദ്ധ ടെമ്പിൾ ഒരു വലിയ മലയുടെ മുകളിലാണ്. ഈ ടെമ്പിൾ 2024 ഒരു മണ്ണിടിച്ചിൽ കാരണം അടച്ചിടുകയായിരുന്നു. പിന്നീട് 2026 മാർച്ച് മാസത്തിലാണ് വീണ്ടും തുറന്നത്. ഇതാണ് തായ്ലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ സ്റ്റാച്യു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഫുക്കറ്റ് ടൗണും കടലും എല്ലാം കാണാൻ പറ്റും. ഈ വലിയ സ്റ്റാച്യു കൂടാതെ ഇവിടെ ചെറിയ പ്രതിമകളും ധാരാളം ഉണ്ടായിരുന്നു. അവ ബുദ്ധന്റെ വിവിധ ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്.
ഇത് കണ്ടില്ല, ഇതാണ് ബ്രാസ് ബുദ്ധ. ഇവിടെ ഒരു ഗോൾഡൻ ലീഫിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിടാൻ കഴിയും. ഇത് ഈ അമ്പലത്തിലേക്കുള്ള ഡൊണേഷൻ സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. നമ്മൾ നമ്മുടെ ഡൊണേഷൻ കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു ഗോൾഡൻ ലീഫ് തരും. ആ ലീഫിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാം. പിന്നെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഈ ബിഗ് ബുദ്ധ കംപ്ലീറ്റ് ചെയ്യും. അല്ല ജോയ്സ് ചേച്ചിയെ, ജിൻസി ഇപ്പൊ എവിടെയാണ്? ജിത്തുവിന്റെ കൂടെ ടൂർ പോയിരിക്കുക. ഓ, ജിൻസിയുടെ ഒക്കെ ഒരു ഭാഗ്യം. ആ ചെക്കനെ കെട്ടിയ കാരണം ഏതൊക്കെ വിദേശ രാജ്യങ്ങളെ കാണാൻ പറ്റിയത്. ഓ, അതിനുശേഷം ഞങ്ങൾ സന്ദർശിച്ചത് വാട്ട് ചലോങ് ടെമ്പിളാണ്. ഇത് കാണാൻ അതിമനോഹരമായ ഒരു ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ റെഡ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള കളറും മരങ്ങളുടെ പച്ചപ്പും നീല ആകാശവും എല്ലാം കൂടി ഒരു ഫോട്ടോഗ്രാഫിക് വിസ്മയം. ഇവിടെ നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയാണ്. അതെ നിങ്ങളിപ്പോ പോരാട്ടോ, നിങ്ങൾ പോരാ. നിങ്ങളിപ്പോ പഴയ പോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ അങ്ങോട്ട് നിൽക്കുന്നില്ല. എങ്ങനെ എടുത്താലും പോസ് ഭംഗിയായിരിക്കും. ഫോട്ടോ എടുക്കണേന്റെ അല്ല. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു. പിന്നെ വെയിലൊക്കെ കുറച്ചതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ടയേർഡാവാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്തതായി ഞങ്ങൾ പോയത് ഓൾഡ് ഫുക്കറ്റ് ടൗൺ എന്ന ലൊക്കേഷനിലോട്ടാണ്. അവിടെ എത്തിയപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറൻറ്റ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം തായ്ലൻഡ് ഫുഡുകൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെനു കാർഡ് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാം ഓർഡർ ചെയ്യണം. പക്ഷേ എല്ലാ പ്രാവശ്യവും മാറി മാറി ഓരോന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡും ആയിരുന്നു. നമ്മളിവിടെ വന്നിട്ട് തായ്ലൻഡ് ഫുഡുകൾ മാത്രമാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പതിയെ ഈ ഓൾഡ് ഫുക്കറ്റ് ടൗണിലേക്ക് ഇറങ്ങി. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഇതൊരു ഫോട്ടോഗ്രാഫിക് സ്ട്രീറ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടെ പോസ്റ്റ് വെഡ്ഡിങ്, പ്രീ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പല സ്ഥലങ്ങളിലും പോയി നല്ല നല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഓൾഡ് ഫുക്കറ്റ് ടൗൺ സന്ദർശിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം വൈകുന്നേരം ഒരു 4 അല്ലെങ്കിൽ 5 മണിയാണ്. ആ സമയത്ത് വന്നാൽ ഇവിടുത്തെ പകൽ വെളിച്ചത്തിലുള്ള ഫോട്ടോസും എടുക്കാം. അത് കഴിഞ്ഞ് ലൈറ്റുകളൊക്കെ തെളിയുമ്പോഴുള്ള ഇവിടുത്തെ അടിപൊളി നൈറ്റ് ലൈഫും ഒരുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അടുത്ത തവണ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സമയം നോക്കി പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. Where you want to go? Where you want to go? Where you want to go? You don't know the place. What you checking in the Google? You checking the Google, YouTube, you don't know the place. Ayah.
The flowers. Here we have a lot of flowers, bougainvillea. പിന്നെ ഇവിടെ മുഴുവൻ കറങ്ങി ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായ ടോറിസ് ഐസ്ക്രീമും മാംഗോ ഷേക്കും എല്ലാം കഴിച്ചു. Okay, let's try it. പറയുന്ന ഹൈപ്പ് ഐസ്ക്രീമിനില്ല. അതിനുശേഷം ഞങ്ങൾ അടുത്തൊരു ടാക്സി വിളിച്ചിട്ട് കഫേ ഫുക്കറ്റ് വ്യൂ പോയിന്റിലോട്ട് പോയി. ഇത് കടൽ തീരത്തുള്ള ഒരു ഫോട്ടോഗ്രാഫി ലൊക്കേഷൻ കൂടിയായ ഒരു ഇൻസ്റ്റാഗ്രാം വൈറൽ കഫേയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു സൺസെറ്റ് വ്യൂവും കിടിലൻ ഫോട്ടോസും കിട്ടും. പക്ഷേ ഈ കഫേയിൽ കയറണമെങ്കിൽ ഓരോരുത്തരും ഒരു ഫുഡ് ആൻഡ് ഒരു ഡ്രിങ്ക് നിർബന്ധമായിട്ട് ഓർഡർ ചെയ്യണം. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ആകെ ടയേർഡായിരുന്നു. ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ നിന്ന് പലതും വാങ്ങി കഴിച്ചതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നു. അതുകൊണ്ട് കഫേയിൽ കയറാതെ അടുത്ത ടാക്സി വിളിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയി.